ഹലോ നമസ്കാരം. നമുക്കിന്ന് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കിയാലോ? ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു അടിപൊളി മുട്ടക്കറിയാട്ടോ ഇത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ. ഒരു പാൻ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടികളൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇത്തിരി ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള കേട്ടോ ഈ മുട്ട. മുട്ടയിലൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ വെന്ത് കഴിയുമ്പോഴത്തേക്കും. എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആവണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാവേ. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മുരിഞ്ഞ് വരണം കേട്ടോ. മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും 3 ചെറിയ സവാളയാട്ടോ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഒരു 1/4 ടീസ്പൂൺ മുട്ടയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കാം. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ടീസ്പൂൺ അളവ് പറയണത് തന്നെ ചേർക്കണമെന്നില്ല. നമുക്ക് എന്തോരം ഉപ്പ് വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള പകുതി വേവാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. എന്നിട്ട് തക്കാളി വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. എന്നിട്ട് ഈ കൂട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി എടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യണം കേട്ടോ. പൊടികൾ കരിഞ്ഞു പോകരുത്, അതിൻ്റെ ഒരു കുത്തൽ പോയി കിട്ടണം. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി അധികം വേണ്ട കേട്ടോ, 1/2 ടീസ്പൂൺ മതിയാവും. അതുകൂടെ ചേർത്ത് ഒരു 2 മിനിറ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഉടഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൽ പകുതി പോർഷൻ നമുക്ക് മാറ്റി വയ്ക്കാം. പകുതി പോർഷൻ മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് ബാക്കി പകുതിയിൽ വേണം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. പിന്നെ നമ്മൾ പകുതി മാറ്റി വെച്ചില്ലേ, അത് നമ്മൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതാ വെള്ളം മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് തരുന്നുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, നമ്മൾ പകുതി മാറ്റിയതിൻ്റെ ആ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ്, അത്ര പോലും വെള്ളം വേണ്ട, 1/4 കപ്പ് താഴെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം, ഒരു മിനിറ്റ് നമ്മൾ കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ്, 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ മസാല ചേർത്തിട്ട് അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് വറ്റി പോവാതെ നമ്മൾ നോക്കണം. ഒരു തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട്. നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് ഇരിക്കണുണ്ടോ. ഇത് ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും അതുപോലെ ചോറിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ പകുതി മസാല അരച്ചല്ലേ ചേർക്കുന്നത്, പിന്നെ പകുതിയാണ്, പിന്നെ നമ്മൾ സോസ് ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റും കിട്ടും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.